ഇന്ന് കൊള്ളാലപ്പാട്ട് പിതാവ് സൂചിപ്പിച്ചതുപോലെ ആഗോള വനിതാ ദിനം. വനിതകളുടെ അവകാശങ്ങൾ അത് മനുഷ്യ അവകാശങ്ങളാണ്. വനിതകളെ ശാക്തീകരിക്കുക എന്നുള്ളത് ലോകത്തെ ശാക്തീകരിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഞാനതിൻ്റെ തിയററ്റിക്കൽ തലത്തിലേക്ക് ഒന്നും നീങ്ങുന്നില്ല. 2010 നടന്ന മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ അന്ന് അത് വിളിച്ചു കൂട്ടിയ ഒരു നിർദ്ദേശമായിട്ട് വന്നൊരു കാര്യമുണ്ട്. അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓരോ വനിതാ ദിനവും കടന്നു പോകും, പക്ഷെ തീരുമാനം ഒന്നും പലയിടത്തും നടപ്പിലായിട്ടില്ല. അതുപോലെ കുറേ തീരുമാനങ്ങളുണ്ട്. അതിലൊന്നാണ് അറേഞ്ച്ഡ് മാരേജ് നടക്കുന്ന സമയത്ത് പെൺകുട്ടിക്ക് വരൻ്റെ വീട്ടിൽ വിവാഹത്തിന് മുമ്പ് പോകാനും പോയി വരൻ്റെ വീടും പശ്ചാത്തലവും മനസ്സിലാക്കുവാനും കത്തോലിക്ക സഭയിലെ, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയിലെ എല്ലാ കുടുംബങ്ങളും നേതൃത്വം കൊടുക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ ഒറ്റപ്പെട്ട ചില കുടുംബങ്ങളിൽ അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിച്ച കുടുംബങ്ങളിൽ പാരമ്പര്യവും പൗരാണികത്വവും ഒക്കെ പറഞ്ഞ് ഇവൾ ഇത്ര കേമിയാണോ എന്നൊക്കെ പറഞ്ഞ് അതിനെ നിരുത്സാഹപ്പെടുത്താൻ പരിശ്രമിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. ഇത് തൃശ്ശൂർ, പാലക്കാട്, ഇരിഞ്ഞാലക്കുട, രാമനാഥപുരം ഈ 4 രൂപതകളുടെ പ്രധാനപ്പെട്ട ഒരു ക്രീമാണ്. ഈ വനിതാ ദിനത്തിൽ തുടർന്നു വരുന്ന കാലഘട്ടത്തിൽ അപ്രകാരമുള്ള ഒരു കാര്യത്തിൽ നമ്മുടെ വനിതകൾക്ക്, പ്രത്യേകിച്ച് അറേഞ്ച്ഡ് മാരേജ് ആയിട്ടുള്ള അവസരങ്ങളിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് അവർ വിവാഹശേഷം താമസിക്കാൻ പോകുന്ന വീടും വീടിൻ്റെ പരിസരവും വീട്ടിലെ കുടുംബാംഗങ്ങളെയൊക്കെ നേരത്തെ കൊടുക്കാനുള്ള ഒരു അവകാശം നേടിക്കൊടുത്തുകൂടെ? ഇതുപോലെയുള്ള പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളിൽ രണ്ടാമതൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചോട്ടെ. ഒരുപോലെയല്ല പുരുഷനും സ്ത്രീയും, പക്ഷേ തുല്യത പ്രധാനപ്പെട്ടതാണ്. ഈ തുല്യത ചേർന്ന് കൊടുക്കേണ്ടത് അമ്മമാർക്ക് കൊച്ചുകുട്ടികളെ അവർ വളരുമ്പോൾ തന്നെ എല്ലാ ജോലികളും തുല്യമായിട്ടൊന്ന് പങ്കുവെച്ചു കൊടുത്തേ. നമ്മുടെ മക്കള് അലക്കാനുള്ളവരെ അലക്കാനായിട്ട് പെൺകുട്ടിയും ആൺകുട്ടിയും ഒന്ന് പഠിപ്പിച്ച്, അടുക്കളയിലെ ജോലി പെൺകുട്ടിയും ആൺകുട്ടിയും ഒന്ന് പഠിപ്പിച്ച്, അവർ മുതിർന്നു വരുമ്പോഴും ഇതേ ജോലികൾ തന്നെ ചെയ്യും. അതുപോലെയുള്ള ഒരു നമ്മൾ വലിയ വലിയ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും രാഷ്ട്രീയ തലത്തിലൊക്കെ പറയുമ്പോൾ ഇത് തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത് യാഥാർത്ഥ്യമാകും. അതുപോലെ തന്നെ വിവാഹം ചെയ്ത് ഭാര്യയും ഭർത്താവും ഒക്കെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ എല്ലാ ജോലികളും, വീട്ടിലെ ജോലികളൊക്കെ ഒന്ന് പങ്കിട്ട് ചെയ്തു കൊടുത്തേ. അടുക്കളയിലെ ജോലി സ്ത്രീകൾക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്താതെ, ഓഫീസിലെ ജോലി, വീട്ടിലത്തെ മറ്റു കാര്യങ്ങൾ പുരുഷന്മാർക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്യാതെ ഒന്ന് പങ്കുവെച്ചിട്ട് ചെയ്തു തുടങ്ങി. ഈ തുല്യതയൊക്കെ തന്നെ വരും. അപ്പോൾ രാഷ്ട്രീയത്തിലും തുല്യത വരും, സമൂഹത്തിലും തുല്യത വരും, സാംസ്കാരിക തലങ്ങളിലും തുല്യത വരും, എല്ലാ തലങ്ങളിലും തുല്യത വരും. ലെറ്റ് ഇറ്റ് ബി സ്റ്റാർട്ടഡ് ഇൻ അവർ ഫാമിലീസ്. ഇന്ന് നമ്മുടെ വിഷയം സിറോ മലബാർ സഭയുടെ, നമ്മുടെ രൂപതകളിലെ സമുദായ ശാക്തീകരണമാണ്. നമുക്കറിയാം, എക്ലേസിയ സേംബറെ റിഫോമാന്ത, സഭ എന്നും നവീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നവീകരണത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒരു വ്യത്യാസവും കൂടാതെ സഭ നവീകരിച്ചു മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. ഞാൻ ഇന്ന് വന്നപ്പോൾ ഇതേപോലെ ഒരു കോപ്പി പറ്റാവുന്നിടത്തോളം പേർക്ക് ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ പ്രധാനപ്പെട്ട ദർശനങ്ങളും കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ അജമാലന പ്രബോധനമാണ് നവീകരണത്തിലൂടെ ശാക്തീകരണം. ഒരു വിഷയം ഇത്തവണ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലിയിലെ സിറോ മലബാർ സഭയുടെ സമുദായ ശാക്തീകരണമായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായിട്ടുള്ള കുറേ
ചിന്തകളും ആ ചിന്തകൾക്ക് അനുസൃതമായിട്ടുള്ള ചില തീരുമാനങ്ങൾ പ്രായോഗികമാക്കുവാനുള്ളതും കൊടുത്തിട്ടുണ്ട്. സാധിക്കുന്നവരൊക്കെ അതൊന്ന് വായിച്ചു നോക്കണം എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സമുദായത്തിൻ്റെ ശാക്തീകരണത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ നാം സിറോ മലബാർ സഭയിലെ അംഗങ്ങളാണെന്നുള്ള അഭിമാന ബോധം ഉണ്ടാകണം. അതിന് നമ്മുടെ ചരിത്രം അറിയണം, നമ്മുടെ പാരമ്പര്യം അറിയണം. നമ്മുടെ സമുദായം ഈ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് ചെയ്ത സംഭാവനകളെക്കുറിച്ച് നല്ല അവബോധമുണ്ടാകണം. നവോത്ഥാന നായകനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചാവറച്ചനെ നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ തിരസ്കരിക്കപ്പെടുന്ന ഒരവസ്ഥാവിശേഷം. അയ്യങ്കാളികളൊക്കെ വരുന്നതിന് മുമ്പ്, ശ്രീനാരായണ ഗുരുവിനൊക്കെ മുമ്പ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് താഴ്ന്ന ജാതിക്കാർക്കും ഉയർന്ന ജാതിക്കാർക്കും ഒരേ ബെഞ്ചിലിരുന്ന് സംസ്കൃതം പഠിക്കാനുള്ള അവകാശം നേടിക്കൊടുത്തത് ചാവറച്ചന്റെ കാലഘട്ടം മുതൽ. പാവപ്പെട്ടവൻ എന്നുള്ള പണക്കാരൻ എന്നുള്ള വ്യത്യാസം കൂടാതെ ഒരേ ബെഞ്ചിലിരുന്ന് വിദ്യ അഭ്യസിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ചാവറച്ചന്റെ കാലഘട്ടം മുതൽ. നവോത്ഥാന നായകരിൽ ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ട് പ്രവർത്തിച്ച വ്യക്തികളിൽ പ്രമുഖനാണ് ചാവറച്ചൻ. ശ്രീനാരായണ ഗുരു അവരുടെ സമുദായത്തിന് നിന്നുകൊണ്ടാണ് ചെയ്തത്. അയ്യങ്കാളികളും ചട്ടമ്പി സ്വാമികളും ഒക്കെ ആ കാലഘട്ടം, പിന്നീട് വന്ന കാലഘട്ടങ്ങളിലൊക്കെ അവരുടേതായിട്ടുള്ള സമുദായത്തിൽ നിന്ന് സമുദായത്തിന്റെ നവീകരണത്തിന് വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. ചാവറച്ചനെ സംബന്ധിച്ചിടത്തോളം പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങൾ ആരംഭിക്കണമെന്ന് വികാരി ജനാളെന്ന നിലയ്ക്ക് അദ്ദേഹം നൽകിയ നിർദ്ദേശങ്ങളൊക്കെ പ്രായോഗികമാക്കാനായിട്ട് ഇടവന്നപ്പോഴാണ് ഉച്ചക്കഞ്ഞി മുതൽ പാവപ്പെട്ടവന് വിദ്യാഭ്യാസം കൊടുക്കുന്നത് മുതൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസിക്കാൻ അവസരം ചെയ്തു കൊടുക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ വന്നത്. അതുപോലെ തന്നെ വിശുദ്ധ മറിയം ത്രേസ്യ മുതൽ ധന്യനായിട്ടുള്ള വിധേയത്തിലച്ച മുതൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് അതിനുവേണ്ട അവസരങ്ങൾ ചെയ്തു കൊടുത്തത് ഇവരൊക്കെയാണ്. ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൽ പലപ്പോഴും തമസ്കരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതുപോലെയുള്ള അവബോധത്തിലേക്ക് സമൂഹം കടന്നു വന്നാലേ, ഈ അഭിമാനം നമുക്കുണ്ടെങ്കിൽ സമുദായത്തെ വളർത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കുള്ളൂ. ഞാനിപ്പോൾ വരുന്നത് 6ാമത്തെ കുട്ടിക്ക് ഒരു മാമോദീസ കൊടുത്തിട്ട് കൊടകരയെന്ന് വരുന്നത്. ഇന്ന് ഇതൊക്കെ റയറായിട്ടുള്ള വളരെ ഒക്കേഷൻസാണ്. ഞാനിപ്പോൾ ഒരു 15 വർഷത്തിനുള്ള 9ാമത്തെ കുട്ടി വരെ മാമോദീസ കൊടുത്തിട്ടുണ്ട്. അത് വളരെ റയറാണ്. 15 വർഷത്തിനുള്ള ആകെ 2 കുടുംബങ്ങൾക്കാണ് 9ാമത്തെ കുട്ടികൾക്ക് മാമോദീസ കൊടുത്തത്. ഒരു കർഷക ഫാമിലി, ഒരു IT ഫാമിലി. പക്ഷെ പഴയ തലമുറയിൽ എനിക്ക് കൊണ്ട് ഇടവകയിൽ 19 കുട്ടികളുള്ള ഒരു കുടുംബമുണ്ട്. അവർക്ക് ഇന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ജനസംഖ്യ ഇന്ന് മുമ്പ് ദ സെക്കൻഡ് മജോറിറ്റി ഇൻ കേരള ആയിരുന്ന ക്രൈസ്തവ സമൂഹം ഇന്ന് സെക്കൻഡ് മൈനോറിറ്റിയിലേക്ക് താന്നുപോയി എന്നുള്ളതൊക്കെ നമുക്കറിയാം. സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയുടെ കുറവാണെന്ന് പറയുമ്പോൾ സമ്പന്നരായിട്ടുള്ള കുടുംബങ്ങളിൽ എന്തുകൊണ്ട് മക്കളില്ല എന്ന് ചോദിക്കുന്ന മറുചോദ്യം നമുക്കുണ്ട്. ഇതിനൊക്കെ ഒരു മാറ്റം വന്നില്ല എങ്കിൽ, പിന്നെ താഴ്ത്തുപിതാവ് നിക്കോസൂദനോസ് നടന്ന ടർക്കിയിലെ ദേവാലയത്തിൽ ചെന്നപ്പോൾ ഇന്നത് മോസ്കാണെന്ന് പിതാവ് പലയിടത്തും സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ദേവാലയങ്ങളും അപ്രകാരം വരുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ സമുദായത്തിന്റെ ശാക്തീകരണത്തിന് വേണ്ടി ഉണർന്ന് പ്രക്ഷോഭിക്കേണ്ട ഒരു അവസരമാണ്. ഇതിന് മൈഗ്രേഷനൊക്കെ പണ്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വിദേശങ്ങളിലേക്ക്. പക്ഷെ അന്ന് 8ഉം 10ഉം മക്കളുണ്ടായിരുന്നു. ഇപ്പോൾ 2 പേര് പോയാലും ബാക്കിയുള്ളവർ നാട്ടിലുണ്ടായിരുന്നു. ആ തിരിച്ചു പോയവർക്ക് ഇവിടെ നാട്ടിൽ മറ്റു മക്കളുള്ളതുകൊണ്ട് തിരിച്ചു വരാനുള്ള ഒരു പ്രചോദനം ഉണ്ടായിരുന്നു. ഇന്ന് 2 മക്കളോ 1 2 മക്കളോ ഉള്ളതുകൊണ്ട് അവര് വിദേശത്ത് പോയി കഴിഞ്ഞാൽ മാതാപിതാക്കളെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകുക. പിന്നെ ഇവിടെ നാട്ടിൽ ആരുമില്ല. പിന്നെ തിരിച്ചു വരാനുള്ള ഒരു
ചിന്ത പോലും ഇല്ല. ഈ പ്രോ ലൈഫ് ജീവസംസ്കാരത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു അടിസ്ഥാന പ്രിൻസിപ്പിളാണത്. അത് നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികൾക്ക്, നമ്മുടെ യുവാക്കള് നേരത്തെ കാലംകുട്ടി കല്യാണം കഴിക്കാനും അതുപോലെ തന്നെ വിധവകളും ഏകസ്ഥിരമായിട്ടുള്ള വിവാഹം ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വിവാഹം ചെയ്യാനുള്ള പ്രോത്സാഹനം കൊടുക്കാനും ഒക്കെ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇന്ന് തുല്യത, യുവാക്കളും യുവതികളും തമ്മിലുള്ള തുല്യതയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് യുവാക്കൾ 40-45 വയസ്സായിട്ട് വിവാഹം ചെയ്യാതെ നിൽക്കുന്ന അവസ്ഥാവിശേഷമുണ്ട്. അതിന്റെ കാരണമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലരും സമ്മതിക്കില്ലെങ്കിലും ഒരു കാര്യം സത്യമാണ്. പെൺകുട്ടിയാണ് ജനിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഗർഭഛിദ്രം ചെയ്ത് കൊന്നുകളഞ്ഞതിൻ്റെ ഒരു അവസ്ഥയുണ്ട്. അതും ഈ ഇക്വിലിബ്രിയം നഷ്ടപ്പെടാനായുള്ള കാരണമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ഞാനിത് പറഞ്ഞത് നമ്മുടെ സമുദായ ശാക്തീകരണത്തിന് വലിയ ദർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ ഒറ്റക്കെട്ടായിട്ട് പരിശ്രമിക്കാൻ ഇടവരട്ടെ. ഇപ്രകാരം പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ പാസ്റ്റർ കൗൺസിൽ സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത തൃശ്ശൂർ അതിരൂപതയ്ക്കും അഭിമന്യ താഴ്ത്തിപിതാവിനും ഞാൻ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒത്തുകൂടലിന് 2025 ജൂബിലിയുടെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്.